കോഴിക്കോട്ട് മാത്രം നടന്ന ഈ സ്വകാര്യ ബസ് നിയമലംഘനത്തിൻ്റെ ഒരു ചെറിയ ലിസ്റ്റ് ഞാനൊന്ന് പറയാം. അതിലൊന്ന്, കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒമേഗ ബസ് ദേശീയപാതയിൽ കോഴിക്കോട് വെങ്ങളത്തിന് സമീപം വൺ വേ തെറ്റിച്ച് തെറ്റായ ദിശയിൽ കുറേ ദൂരം യാത്ര ചെയ്യുന്നു എന്നുള്ളത്. ഈ വെസ്റ്റ് ഹില്ലിൽ തന്നെ ഒമേഗ ബസ് ഇടിച്ച് ഒരു കാൽനട യാത്രക്കാരൻ 68 വയസ്സുള്ളയാൾ ഇന്നലെ മരണമടഞ്ഞു. ഇനി ഈ സീബ്ര ലൈനിലെ സംഭവം കൂടാതെ നമ്മളുടെ തന്നെ ഈ ദൃശ്യത്തിൽ കാണാം. ഇപ്പോൾ അതൊന്നുകൂടി പ്ലേ ചെയ്താൽ PCR പിറകിലെ ഗ്ലാസ് പൊട്ടി ബസ്സിൻ്റെ, പകരം ഒരു പ്ലാസ്റ്റിക് കെട്ടി സ്വകാര്യ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. എത്രത്തോളം അപകടകരമായൊരു കാര്യമാണ്. ആ ചാക്ക് കെട്ടി ഗ്ലാസിൻ്റെ ഭാഗത്ത് ഒരു ചാക്ക് കെട്ടി മറച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയാണ്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഈ തരത്തിലേക്ക് അതിഗുരുതരമായ നിയമലംഘനം, ഇത് കോഴിക്കോട്ട് മാത്രം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതായത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ പ്രൈവറ്റ് ബസ്സുകാർ റോഡിൽ മറ്റാരെയും ഓടിക്കാൻ അനുവദിക്കാത്ത ഒരു സ്ഥിതിയിലേക്കാണ് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ കാറിൽ പോവുകയാണെങ്കിൽ കാറുകാരനെ എങ്ങനെങ്കിലും കൊല്ലാൻ വേണ്ടി ഡേഞ്ചറസ് ആയിട്ട് ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ കാൽനടക്കാരനോ ടൂ വീലറോ ആണെങ്കിൽ അവനെ ഒട്ടും തന്നെ അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ അവൻ്റെ നെഞ്ചത്ത് കൂടി കയറ്റി ഇറക്കുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പല ഡ്രൈവർമാരെയും. ഞാൻ എല്ലാ ബസ് ഡ്രൈവർമാരെയും പറയുന്നതല്ല, മിക്ക ബസ് ഡ്രൈവർമാരും അവരെങ്ങനെ ഇത്രയും ധൈര്യത്തോടെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് നോ ആൻസർ. ഇപ്പോൾ ആരെങ്കിലും ശ്രമിക്കണമെങ്കിൽ തൃശ്ശൂർ തൊട്ട് വടക്കോട്ട് ഓടിക്കുന്ന ബസ്സുകൾ, അതായത് തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട് ദൃശ്യത്തിൽ കാണുന്ന അതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ അവസാനം പറഞ്ഞു വെച്ചത്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ആ സ്ക്രീനിലേക്ക് താങ്കൾ ഒന്ന് നോക്കിയാൽ കാണാൻ കഴിയും. അത് ഒരു ചില്ല് പൊട്ടിപ്പോയ ബസ്. അതൊന്നുകൂടി പ്ലേ ചെയ്യൂ PCR ദയവ് ചെയ്ത്. ബാക്കിലെ ചില്ലില്ല, അത് പൊട്ടിയിരിക്കുന്നു. അവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് മറച്ചുകൊണ്ട് വണ്ടി ഓടിക്കുകയാണ്. അതെന്തും നടക്കും നമ്മുടെ നാട്ടിൽ. കാര്യം ഇവർക്ക് ശിക്ഷയില്ലാത്തതാണ് കുഴപ്പം. ന്യായമായ ശിക്ഷ, ചെയ്യുന്ന കുറ്റത്തിനനുസരിച്ചുള്ള ശിക്ഷയില്ല. ഇപ്പോൾ ആ കാൽനടക്കാരി പിഞ്ചു കുഞ്ഞിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഡ്രൈവറുടെ റൂട്ടും ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കളക്ഷൻ ഒരു പഞ്ഞം ഉണ്ടായിട്ടില്ല. അതേസമയം അവൻ ചെയ്തത് മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ അവന് ഇരട്ടി ശിക്ഷയാണ്. സീബ്ര ലൈനിൽ വെച്ച് ഒരാളെ വണ്ടി ഇടിച്ചാൽ അയാൾക്ക് പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ശിക്ഷയുടെ ഇരട്ടിയാണ്. നമുക്കങ്ങനൊരു നിയമമില്ല. നമുക്ക് സീബ്ര വരയിൽ ഒരാളെ ഇടിച്ചാൽ സാധാരണ 279 അല്ലെങ്കിൽ 184 അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മരിക്കുകയാണെങ്കിൽ IPC 304A മാത്രമാണ് എടുക്കുന്നത്. വിദേശ രാജ്യങ്ങൾ, ഇപ്പം നമ്മൾ ഇന്ത്യ മൂന്നാമത്തെ വലിയ ശക്തിയാകുന്നെന്ന് പറയുമ്പം റോഡ് സുരക്ഷാ കാര്യത്തിൽ നമ്മൾ വട്ടപൂജ്യമാണ്. 1,78,000 പേരാണ് കഴിഞ്ഞ കൊല്ലം റോഡിൽ മരിച്ചത്. എന്ത് സുരക്ഷയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നത്? ഒന്നും തന്നെയില്ല. ബഹുമാനപ്പെട്ട ഡിജോ കാപ്പൻ പറഞ്ഞ മാതിരി 2,000 പേരൊന്നും നമ്മുടെ കാൽനടക്കാർ മരിക്കുന്നില്ല കേട്ടോ. 1,310 പേരാണ് കഴിഞ്ഞ കൊല്ലം റോഡിൽ മരിച്ചതെന്നാണ് എൻ്റെ കണക്ക് സൂചിപ്പിക്കുന്നത്. കൂടെ അദ്ദേഹം കാലടിയെ പറ്റി ഇപ്പം എറണാകുളത്തു നിന്ന് എയർപോർട്ടിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് കാലടിക്ക് പകരം കാഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയ പാലം LDF ഗവൺമെൻറ് പണിത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം ശ്രീ ഡിജോ. അപ്പോൾ എനിവേ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ റോഡ് സുരക്ഷയാണ്. റോഡ് സുരക്ഷയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ആരെയും വെറുതെ വിടരുതെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്. DGP അദ്ദേഹം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് ചീഫ്, സ്റ്റേറ്റ് പോലീസ് ചീഫ് ശ്രദ്ധിക്കേണ്ടത് കാൽനടക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ ഡിജോ കാപ്പൻ പറയുന്നുണ്ടായിരുന്നു സീബ്ര ലൈൻ എന്നുള്ളത് എപ്പോഴും അങ്ങനെ ക്രോസ് ചെയ്ത് പോകുക, അതിനുവേണ്ടി ഉപയോഗിക്കാമെന്നൊരു തെറ്റിദ്ധാരണ പലപ്പോഴും കാൽനട യാത്രക്കാർക്കുണ്ട് എന്ന് നമ്മൾ ചില സിഗ്നലിലൊക്കെ കണ്ടിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് പാസ് ചെയ്ത് പോകാനുള്ള സമയത്ത് ആ കാൽനട യാത്രക്കാരന് പാസ് ചെയ്യാമെന്നുള്ളതിൻ്റെ സിഗ്നൽ അത് അവിടെ തെളിയാറുണ്ട്. പക്ഷെ അത് എല്ലായിടത്തും കാണാറില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വഴിയാത്രക്കാരൻ എന്താണ് ചെയ്യേണ്ടത്? അധികം വണ്ടികളൊന്നും വരാത്ത സമയം നോക്കി സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്ത് പോവുക എന്നതല്ലേ മാർഗമുള്ളൂ? അല്ലല്ല, അങ്ങനെയല്ല. അത് ഡിജോ പറഞ്ഞതിനകത്തൊക്കെ അല്പം സ്വല്പം തെറ്റുണ്ട്. അതായത് നമ്മുടെ ട്രാഫിക് സിഗ്നൽ സിസ്റ്റത്തിനകത്ത് സീബ്ര ലൈൻ കുറുകെ കടക്കുന്നതിന് മുമ്പേ റെഡ് ലൈറ്റ് കത്തും. അതായത് ഒരാളിങ്ങനെ നിൽക്കുന്ന മാതിരിയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ട്രാഫിക് ക്ലിയർ ആകുമ്പോൾ സീബ്ര ലൈനിൽ ഗ്രീൻ കാണിക്കും. അത് ആൾ മൂവ് ചെയ്യുന്ന പോലെ ഒരു എംബ്ലമാണ് കാണിക്കുന്നത്. അത് മിക്ക ട്രാഫിക് സിഗ്നൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്.
അദ്ദേഹം ഡിജോ അത്രത്തോളം മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലായിടത്തും വേണം. കാര്യം കേരളം എന്ന് പറഞ്ഞാൽ ജനനിമിഡമാണ്. യൂറോപ്പിലെ മാതിരിയുള്ള സംസ്കാരവും സാഹചര്യവും അല്ല നമ്മുടെ നാട്ടിലുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് ഇത് സ്കൂൾ സോണാണ്. സ്കൂൾ സോണിൽ രാവിലെ 1 മണിക്കൂർ അവർ കുട്ടികൾ കയറുന്ന സമയത്തും കുട്ടികൾ വൈകിട്ട് ഇറങ്ങുന്ന സമയത്തും അതീവ ജാഗ്രതയോടെ വേണം വാഹനങ്ങൾ പോകാൻ. അതിനാണ് സ്കൂൾ സോൺ സേഫ്റ്റിയും അതിൻ്റെ സ്പീഡ് ലിമിറ്റും പറയുന്നത്. അത് മറന്നു പോകരുത്. അത് എൻഫോഴ്സ് ചെയ്യേണ്ട ഏജൻസി പോലീസും ട്രാഫിക്കും ഹൈവേ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ പ്രസൻസ് ഉണ്ടാകണം. ഇപ്പോൾ അധികം ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഒന്നും ഇല്ലാത്ത കേരളത്തിൽ ആംഡ് റിസർവിൻ്റെ ഒരു 50% എങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫ് ശ്രദ്ധിക്കണം. കാര്യം ഇത് മനുഷ്യൻ മരണത്തോടെ മല്ലടിക്കുകയാണ്. പൊതുനിരത്തിലേക്ക് ഇറങ്ങിയാൽ വണ്ടി ഇടിക്കുക എന്നുള്ള ഉറപ്പായിരിക്കുക. അങ്ങനെ പോകാൻ പറ്റില്ല. ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ്. അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥ ഈ വടക്കൻ മേഖലയിൽ കണ്ടമാനമുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് സ്വകാര്യ ബസ്സുകൾ കണ്ണും പൂട്ടി ആരുടെയും നെഞ്ചത്ത് കയറാമെന്നുള്ള ഒരു ദാർഷ്ട്യത്തോടെ ഓടുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോ പോലീസിനോ കഴിയുന്നില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്ററും ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തരവുകൾ ഇറക്കണം. DGPക്ക് ഉത്തരവ് കൊടുക്കണം. ഇത് നിർത്തിയേ മതിയാവും എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് നിൽക്കും. കാര്യം കേരള പോലീസ് സ്റ്റാൻഡ്സ് നമ്പർ 1 ഇൻ ഇന്ത്യ. എന്തിനാ? കുറ്റാന്വേഷണത്തിലും പ്രതികളെ പിടിക്കാനും. ട്രാഫിക്കിനകത്ത് അവർ വരികയാണെങ്കിൽ വട്ടപ്പൂജ എന്ന് തന്നെ പറയാം. കാര്യം അവർ ചെയ്യേണ്ട ജോലി ചെയ്യുന്നില്ല. അത് ഇപ്പോൾ ഉദാഹരണം പറയാം. ഹൈവേ പോലീസ് 2002 ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അത് യൂണിറ്റുകളെല്ലാം തന്നെ DIGമാരുടെ കീഴിലായിരുന്നു. ഇന്ന് അത് മാറി SP-ക്ക് കൈ കൊടുത്തു. അത് മാറി. അത് കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ച് DYSPമാരുടെ കീഴിലാണ്, അല്ലെങ്കിൽ വേറെ നർക്കോട്ടിക് സെൽ DYSPമാരുടെ കയ്യിലാണ്. അപ്പോൾ ഇതിനെ ഒരു സിസ്റ്റം, ബലവത്തായ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ കാലഹരണപ്പെടുത്തി അതിനെ ബലഹീനതാക്കുന്നതാണ് പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പരിപാടി. കാര്യം അതിന് വേറെ മീനിങ് ഉണ്ട്. ആ മീനിങ് ഞാനിവിടെ പ്രസിനോട് പറയാൻ താല്പര്യമില്ല. കാര്യം ഇത് ബഹുമാനപ്പെട്ട DGP ഒരു ദിവസമെങ്കിലും ഇറങ്ങി റോഡിലിറങ്ങി നോക്കണം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സാധാരണക്കാരന് നടക്കാൻ പറ്റുമോ? ഇവിടെ കോടതിയുടെ ഇടപെടൽ എത്ര തവണ ഉണ്ടായിട്ടുണ്ട് ശ്രീ ഉപേന്ദ്രൻ നായർ? നമുക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. നമ്മൾ ന്യൂസിൽ എത്ര തവണ, എറണാകുളത്ത് മാത്രം കാര്യം ഹൈക്കോടതി എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഓവർടേക്കിങ്ങിനെ കുറിച്ച്, അമിതമായി ഹോൺ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നഗരത്തിൽ ഉൾപ്പെടെ. കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ട് എന്ത് മാറ്റം വന്നു? വളരെ ശരിയാണ് അനുജ. ഇതേ ബഹുമാനപ്പെട്ട കോടതിക്ക് വന്നിട്ട് TR5 ബുക്കുമായിട്ട് വന്നിട്ട് ഓരോ സീബ്ര ലൈനിലും നിർത്താത്ത വണ്ടിക്ക് പെറ്റിക്കേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അതേസമയം ഒരു ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ ഒരു സീബ്ര ലൈൻ, സ്കൂളിൻ്റെ മുമ്പിലുള്ള സീബ്ര ലൈൻ ഒരു ബുക്ക് 100 കേസ് അടങ്ങുന്ന ഒരു 100 ഷീറ്റാണ് ഒരു TR5 ബുക്ക്. മിക്കവാറും 9 മണിക്ക് അയാൾ നിന്നാൽ 10 മണിക്കകത്ത് ബുക്ക് തീർന്നു പോകും. അത്രത്തോളം കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് കുറച്ചും കൂടി പക്ക ആക്കുകയാണെങ്കിൽ, അതായത് ഫുൾ പ്രൂഫ് ആക്കുകയാണെങ്കിൽ പൊതു ഖജനാവിന് നല്ല രീതിയിൽ ഫൈൻ വരും. ഇപ്പോൾ ഏറ്റവും റിച്ചസ്റ്റായ കൺട്രി ദുബൈയിൽ പോലും അന്യായമായ ഫൈൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവരതിൽ നിന്ന് വരുമാനമല്ല അവരുടെ ഉദ്ദേശം, കുറ്റകൃത്യങ്ങൾ തടയാനാണ്. ഇവിടെ കുറ്റകൃത്യങ്ങൾ തടയാവുന്ന രീതിയിൽ ഫൈൻ ഈടാക്കുന്നില്ല. അത് വലിയ വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. പാവപ്പെട്ട 2 വീലറുകാരനെയോ ചെറു കാറുകാരനെയോ പിടിച്ച് ഫൈൻ അടയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അപകടകാരികളെ ബസ്സുകളെ നാളെ തൊട്ട് തുടങ്ങട്ടെ. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോടും എനിക്ക് പറയാനുള്ളത്, DGPയോടും പറയാനുള്ളത്, നാളെ തൊട്ട് ഇത് ഓരോ മണിക്കൂറിലും അപകടങ്ങൾ ഉണ്ടാകുകയാണ്. മനുഷ്യജീവന് വിലയില്ല. സ്വന്തം കുട്ടിയെ സ്കൂളിൽ അയച്ചിട്ട് അമ്മമാർ നെഞ്ചത്ത് നീറി കഴിയുകയാണ് ആ കുട്ടി എപ്പോഴാണ് വീട്ടിൽ തിരിച്ചെത്തുന്നതെന്നുള്ളത്. അവരുടെ നെഞ്ചുവേദന നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ആ കുഞ്ഞിന് വണ്ടി ഇടിച്ചു, അതിന് എന്തൊക്കെ പരിക്ക് പറ്റിയെന്നുള്ള അറിയണമെങ്കിൽ 1-2 ആഴ്ച കഴിയും. പിന്നെ അത് സ്ഥിരമായിട്ടുള്ള പരിക്കാണ്, അംഗവൈകല്യമാണെങ്കിൽ ആര് നഷ്ടപരിഹാരം കൊടുക്കും?